പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ധരത്തി പുത്ര എന്ന സിനിമയിലെ മമ്മൂട്ടിയും ജാക്കി ഷ്രോഫും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. വളരെ ഗംഭീരമായ ഡയലോഗാണ്. 1993 ആണ് ഈ ഫിലിം റിലീസായത്. ധരത്തി പുത്ര എന്ന ഹിന്ദി പടത്തിൻ്റെ ഡയലോഗാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ഞാനെടുത്ത നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ഫുൾ ഓപ്ഷനിലൊന്ന് അമർത്തണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സഹായിക്കണം കേട്ടോ. ആദ്യമായിട്ട് ഡയലോഗ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ജാക്കി ഷ്രോഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്മഗ്ലറാണ്. ജാക്കി ഷ്രോഫ് ഹിന്ദിയിൽ വലിയൊരു സ്മഗ്ലറാണ്. അദ്ദേഹത്തിൻ്റെ 2 ശിങ്കിടികൾ, അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അവർ തമ്മിലാണ് ആദ്യം ഡയലോഗ് തുടങ്ങുന്ന. അവരിൽ 2 പേര്, ശിങ്കിടികളിൽ ഒരാളാണ് ഡയലോഗ് തുടങ്ങുന്നത്. അപ്പോൾ കോൻ ഹേ യേ, കോൻ ഹേ യഹ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഓരോ വാക്കും എടുത്തു വെച്ചവരല്ല പറയുക. എന്താണ് സംസാരിക്കുമ്പോൾ പറയാം, കോനേ, കോൻ ഹേ യേ, കോൻ ഹേ യേ, ഇതാരാണ്? ഒരുത്തൻ മറ്റൊരാളോട് ചോദിക്കണം. അപ്പോൾ അടുത്ത ആൾ പറയുകയാണ്, യേ ഹേ സെൻട്രൽ ജയിൽ കാ ജയിലർ കപിൽ ദേവ് സിംഗ്. ഇപ്പം മമ്മൂട്ടിയുടെ പേരാണ് കപിൽ ദേവ് സിംഗ് എന്ന്. മമ്മൂട്ടി വലിയൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഗുണ്ടകളിൽ അല്ലെങ്കിൽ ജാക്കി ഷ്രോഫിൻ്റെ സ്മഗ്ലറുടെ ശിങ്കിടികളിൽ ഒരാൾ ചോദിക്കുന്നു കോൻ ഹേ യേ ഹേ എന്ന് പറഞ്ഞാൽ കോൻ ഹേ യേ. മറ്റേ ശിങ്കിടി പറയുകയാണ് യേ ഹേ യഹ് ഹേ എന്ന് പറഞ്ഞാൽ യേ ഹേ. സെൻട്രൽ ജയിൽ കാ ജയിലർ, സെൻട്രൽ ജയിൽ കാ ജയിലർ കപിൽ ദേവ് സിംഗ് എന്ന് പറയുന്നു. സെൻട്രൽ ജയിൽ കാ ജയിലറാണ്, പേര് കപിൽ ദേവ് സിംഗ് ആണ് എന്നാണ് അർത്ഥം. ആരാണ്? മമ്മൂട്ടിയാണ് കപിൽ ദേവ് സിംഗ് ആയിട്ട് വരുന്നത്. അടുത്തത് മമ്മൂട്ടിയുടെ ഡയലോഗാണ്. മമ്മൂട്ടി ചോദിക്കുകയാണ്, കഹാം ഹേ കൃപാൽ സിംഗ്, കഹാം ഹേ കൃപാൽ സിംഗ്. കൃപാൽ സിംഗ് എവിടെയാണ്? കഹാം ഹേ എവിടെയാണ്? കൃപാൽ സിംഗ്. കൃപാൽ സിംഗ് എന്നുള്ളത് പേരാണ്, സ്മഗ്ലറുടെ പേരാണ്. അപ്പോൾ വലിയ ഉയരത്തിൽ വലിയൊരു ബംഗ്ലാവിൻ്റെ മുകളിൽ നിന്ന്, ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന വലുപ്പത്തിലുള്ള ഒരു ബംഗ്ലാവിൻ്റെ മുമ്പിൽ നിന്ന് ജാക്കി ഷ്രോഫ് പറയാണ് യഹാം ഹേ, യഹാം ഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എന്നർത്ഥം. ऊंचाई पर रहने में एक फायदा होता है, ऊंचाई पर रहने में एक फायदा होता है എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത്. ऊंचाई ഉയരങ്ങളിൽ, ऊंचाई पर रहने में एक फायदा है, ऊंचाई पर रहने में एक फायदा है. ഉയരങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രയോജനമുണ്ട് എന്നാണ് ആര് പറയുന്നു? ജാക്കി ഷ്രോഫ് പറയുകയാണ്. ഈ ഡയലോഗ് തുടരുകയാണ്. കിസി കാ ടോപ്പി ഉഠാക്കർ, കിസി കാ ടോപ്പി ഉഠാക്കർ जाने का जरूरत नहीं पड़ते, किसी का टोपी उठाकर जाने की जरूरत नहीं पड़ते. किसी का टोपी पकड़ के जाने का जरूरत नहीं पड़ते, किसी का टोपी पकड़कर जाने की जरूरत नहीं पड़ते. ആരുടെ മുമ്പിലും തൊപ്പി പിടിച്ച് പൊക്കേണ്ട ആവശ്യം വരുന്നില്ല. വഹ് കൂത് ഗിർ ജാത്തി ഹെ, വഹ് കൂത് ഗിർ ജാത്തി ഹെ, അത് സ്വയം അങ്ങ് വീണുപോകും, ഇല്ലാണ്ടാവും എന്നാണ്. എങ്ങനെ? മമ്മൂട്ടി എന്ന പോലീസ് ഓഫീസറെ വളരെ തരം താഴ്ത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ പോലീസുകാർക്കൊക്കെ മറ്റുള്ള ഉയർന്ന ഓഫീസർമാരുടെ മുമ്പിലും മന്ത്രിമാരുടെ മുമ്പിലും എപ്പോഴും തൊപ്പിയൊക്കെ എടുത്ത് ഭവ്യതയോടെ വിനയത്തോടെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തെയാണ് അദ്ദേഹം അവിടെ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, വഹ് കൂത്ത് ഗിർ ജാത്തി ഹെ, വഹ് കൂത്ത് ഗിർ ജാത്തി ഹെ, അത് തന്നെ ചാടിപ്പോകും. അതിന് മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയാണ് വരുന്നത്, ലേക്കിൻ ഏക് നുക്സാൻ ഭി ഹേ, പക്ഷേ ഒരു നഷ്ടം കൂടിയുണ്ട്.
ലേക്കിൻ ഏക്ക് നുക്സാൻ ബി ഹേ, നുക്സാൻ നഷ്ടം. ലേക്കിൻ ഏക്ക് നുക്സാൻ ബി ഹേ, പക്ഷേ ഒരു നഷ്ടം കൂടിയുണ്ട്. ऊंचाई पर रहने वाले हर वक्त सिर झुकाकर बात करना पड़ते हैं. ऊंचाई पर रहने वाले हर वक्त सर झुकाकर बात करना पड़ते हैं. മുകളിൽ ഇരിക്കുന്നവർ, വസിക്കുന്നവർ, അല്ലെങ്കിൽ ഉയരങ്ങളിൽ വസിക്കുന്നവർ എപ്പോഴും തല കുനിച്ച് സംസാരിക്കേണ്ട ആവശ്യമാണ് വരുന്നത്. കാരണം അവർ മുകളിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ എപ്പോഴും താഴേക്ക് നോക്കി സംസാരിക്കേണ്ടി വരും എന്ന അർത്ഥമാണ്. എങ്കിലും അവരുടെ മനസ്സിൽ അത് പറയുന്നതിൻ്റെ വ്യംഗ്യാർത്ഥം ഇതാണ്, അവർക്ക് എപ്പോഴും അധികാരങ്ങളോട് ഭയമുള്ളത് കൊണ്ട് തല കുനിച്ച്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യം വരും എന്നാണ് വിവക്ഷിക്കുന്നത്. മമ്മൂട്ടി തുടരുകയാണ്, അവർ നിശ്ചയവാല ഹമേശ സർ ഉട്ടാക്കർ ബാത് കർത്തേ രഹത്തെ. നിശ്ചയവാല, അവർ നിശ്ചയവാല ഹമേശ സർ ഉട്ടാക്കർ ബാത് കർത്തേ രഹത്തെ. താഴെ വസിക്കുന്നവർ എന്നുള്ള അർത്ഥം. നിശ്ചയവാല എന്ന് പറഞ്ഞാൽ താഴെ വസിക്കുന്നവർ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എളിമയുള്ളവർ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ അവസ്ഥയിൽ നിൽക്കുന്ന ആ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറുടെ ആ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം. ആ പോലീസ് ഓഫീസറുടെ മനോഭാവമായിരിക്കാം. അയാൾ താഴെയാണ് നിൽക്കുന്നത്, മറ്റേ വലിയ ബംഗ്ലാവിൻ്റെ മുകളിലാണ്. ജാക്കി ഷോപ്പ് ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ സ്മഗ്ലിങ്ങും തെറ്റായ കാര്യങ്ങളും രണ്ടാം നമ്പർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ എപ്പോഴും തല കുനിച്ച് നിൽക്കേണ്ട വരും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ താൻ എപ്പോഴും അന്തസ്സോടെ തല ഉയർത്തി തന്നെ സംസാരിക്കും എന്ന അർത്ഥം. ആര്? പോലീസ് ഓഫീസർ. എല്ലാ പോലീസ് ഓഫീസറുടെ കാര്യമല്ല, സത്യസന്ധമായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പോലീസ് ഓഫീസറുടെ കാര്യമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കൗണ്ടർ ഇതാ വരുന്നു, തുമാര ബാരെ മേ हमने क्या सुना था वो वैसा ही पाया. तुम्हारे बारे में हमने जो सुना था वैसा ही पाया. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്താണോ കേട്ടത് അത് തന്നെ സംഭവിച്ചു, അത് തന്നെ കാണുന്നു, അങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്നുള്ള അർത്ഥം. തുമാര ബാരമേ നിങ്ങളെ പറ്റി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച്. ഹംനെ ജൈസ സുനാഥ, ഹംനെ ജൈസ സുനാഥ ഞങ്ങൾ എങ്ങനെ കേട്ടിരുന്നോ, ഞങ്ങൾ എങ്ങനെ കേട്ടിരുന്നു. വൈസാഹിപ്പായ അത് അങ്ങനെ തന്നെ കാണുന്നു, അത് അങ്ങനെ തന്നെയാണ്. अब तो हमें तुमसे मिलना ही पड़ेगा. अब तो हमको तुमसे मिलना ही पड़ेगा. अब तो हमको तुमसे मिलना ही पड़ेगा. ഇനി ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണേണ്ടി വരും. ഒരു ഭീഷണിയാണത്. ശാന്തമായിട്ടാണ് പറയുന്നതെങ്കിലും അതൊരു ഭീഷണിയാണ്. ഓരോ വില്ലന്മാർക്കും ഓരോ ഇതുണ്ടല്ലോ, ഒരു ശൈലി. അപ്പോൾ ആൾ പറയണത് ചിരിച്ചോണ്ടാണ്. अब तो हमको तुमसे मिलना ही पड़ेगा. അപ്പോൾ ചിരിച്ചോണ്ടാണ് ജാക്കി ഷോപ്പിൽ ഡയലോഗ് പറയുമ്പോൾ ഒക്കെ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. അത് ഗുണ്ടകൾ പറയുമ്പോഴൊക്കെ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ മനസ്സിലിരിക്കുന്നത് വരുമ്പരായകൾ അവർക്കറിയില്ല, അവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണല്ലോ എപ്പോഴും. അതുകൊണ്ടാണ് ചിരിച്ചോണ്ടാണ് ഈ സ്മഗ്ലറായിട്ടുള്ള ജാക്കി ഷോപ്പും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പറയുന്നത് ചിരിച്ചോണ്ടാണ് എപ്പോഴും പറയാം. ആ ഒരു ഡയലോഗ് പറയുന്നതിന് മുമ്പ് ഒരു ചിരി ഉണ്ടാവും. എന്താണ് ചിരി? तुम्हारे बारे में हमने जो सोचा था, तुम्हारे बारे में हमने जो सुना था, तुम्हारे बारे में हमने जैसे सुना था वैसा ही पाया. നിങ്ങളെ പറ്റി എന്താണോ ഞാൻ കേട്ടിരുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. अब तो हमें तुमसे मिलना ही पड़ेगा. अब तो हमें तुमसे मिलना ही पड़ेगा. അപ്പോൾ നിങ്ങളെ ഒന്ന് ശരിക്ക് കാണേണ്ടി വരും. ഈ കപിൽ ദേവ് സിംഗ് എന്ന് പറയുന്ന പോലീസുകാരൻ, അതായത് മമ്മൂട്ടി, കൈക്കൂലി വാങ്ങത്തില്ല, ഒരു സമ്മാനവും ഗിഫ്റ്റ് സ്വീകരിക്കില്ല, ആൾക്കൊരു ബലഹീനതയില്ല. അപ്പോൾ പിന്നെ സ്മഗ്ലർമാരുടെ മുമ്പിൽ എന്താ വഴിയുള്ളത്? മിൽനായി പെടേക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാളെ തീർക്കാനുള്ള ചിന്തയാണ് ആ ഡയലോഗിലൂടെ വരുന്നത് കേട്ടോ. ഉടനെ ജാക്കി ഷോപ്പ് ചോദിക്കുകയാണ്, അതായത് കൃപാൽ സിംഗ് ചോദിക്കുകയാണ്. കൃപാൽ സിംഗ് ആരോട് ചോദിക്കുന്നു?
കപിൽ ദേവ് സിംഗിനോട് ചോദിക്കുകയാണ്, കൈസാ ലഗാ തുംകോ ഹമാരാ യേ മഹൽ, കൈസേ ലഗാ ആപ്കോ ഹമാരേ യേ മഹൽ, ഞങ്ങളുടെ ഈ കൊട്ടാരം നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എന്ത് തോന്നി, ഞങ്ങളുടെ ഈ കൊട്ടാരം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, കൈസേ ലഗാ ആപ്കോ ഹമാരേ യേ മഹൽ. അപ്പോൾ നമുക്ക് വലിയൊരു കൊട്ടാരം അവിടെ കാണാനായിട്ട് സാധിക്കും. ആ കൊട്ടാരത്തിൻ്റെ മുറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം കൊട്ടാരത്തിന് ചുറ്റും പൂന്തോട്ടം പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുറേ ഗുണ്ടകൾ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മമ്മൂട്ടി പറയാണ്, ബഹുത്തി കൂബുസൂരത്തെ, ബഹുത്തി കൂബുസൂരത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെയധികം മനോഹരമായിരിക്കുന്നു. ലെഗിൻ ലംബായി ചൗടായി മേ മേരെ ജൈസി കാബ്നെ, ലെഗിൻ ലംബായി ചൗടായി മേ മേരെ ജൈസി കാബ്നെ എന്ന് പറഞ്ഞാൽ ഈ നീളത്തിലും വിസ്തൃതിയിലും ഒന്നും എനിക്കൊരു കാര്യമില്ല. അത്രയും ഈ വലിയ ബംഗ്ലാവും അതിനോട് ചുറ്റുവട്ടമുള്ള ഈ പ്രദേശങ്ങളും ഇവിടെ കാണുന്ന ഈ ഗുണ്ടകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നാണ് ഡയലോഗിൻ്റെ അർത്ഥം. ദൂസറി ബാത് യഹ് ഹേ കി, ദൂസറി ബാത് യഹ് ഹേ കി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ഇതാണ്. ദൂസറി ബാത്ത് വേറൊരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം. യേ ഹേ കി, യേ ഹേ കി എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തെന്നാൽ കി എന്നുള്ളത് ഒരു ലെഫ്റ്റ് സൈഡിൽ വള്ളിയിട്ടുള്ള കീയാണ്. അപ്പോൾ എന്തെന്നാൽ എന്നുള്ള അർത്ഥം ബിക്കോസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാം. യേ ഹേ കി ഇതാണ്. എന്തെന്നാൽ യഹാം കബൂത്തർ ഉടുത്തേ ഹേ, യഹാം കബൂത്തർ ഉടുത്തേ ഹേ. ആ സമയത്ത് ആ ബംഗ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഒരു 100 കണക്കിന് പ്രാക്കൾ ഇങ്ങനെ ഡോസ് ഇങ്ങനെ പറന്നു പോകുന്ന ശബ്ദവും അത് പറന്നു പോകുന്ന നമുക്ക് കാണാം, അതിന് ശബ്ദവും കേൾക്കാം. അപ്പോൾ അതൊരു ലക്ഷണമായിട്ട് എടുത്തിട്ട് മമ്മൂട്ടി പറയാണ്, ഇത് യഹാം കബൂത്തർ ഉടുത്തേ ഹേ, ഇവിടെ പറവകൾ അല്ലെങ്കിൽ പ്രാക്കൾ പറക്കുന്നു. മഗർ മേരി ജയിൽമേ, മഗർ മേരി ജയിൽമേ എന്നാൽ എൻ്റെ ജയിലിൽ മേരെ മർജിക്ക് ബിന, മേരെ മർജിക്ക് ബിന എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഇഷ്ടമില്ലാതെ ഏക് പരിന്താബി പർണൈ മാർത്തെ, ഏക് പരിന്താബി പർണൈ മാർത്തെ എന്ന് പറഞ്ഞാൽ ഒരു കുരുവി പോലും ഒരു പക്ഷി പോലും തൂവലനക്കത്തില്ല. സിനിമയിലെ ഡയലോഗ് അല്ലേ? വില്ലൻ അങ്ങനെ നല്ല ബമ്പൻ 1 കിലോമീറ്റർ നീളമുള്ള ഡയലോഗ് 4 കിൻഡിൽ ഉള്ള ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും ഹീറോ. അപ്പോൾ വില്ലൻ്റെ ബംഗ്ലാവിൽ പറവകൾ പറക്കുന്നത് ഒരു വില്ലൻ്റെ ഒരു നിയന്ത്രണവും ഇല്ല, അൺകൺട്രോളബിൾ ആണ്. എന്നാൽ സെൻട്രൽ ജയിലറുടെ മമ്മൂട്ടിയുടെ ജയിലിൽ അവിടെ ഒരു കുരുവി അനങ്ങണമെന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടി വിചാരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ര അച്ചടക്കമാണ്, അത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അദ്ദേഹം യോജിപ്പിക്കുന്നത്. പരിന്ത, പരിന്ത എന്ന് പറഞ്ഞ പക്ഷിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ചെറുപക്ഷിയാണ്. പർണൈ മാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുള്ള വാക്കാണ്. പറ, ഇവിടെ പറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തൂവൽ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ചിറക് എന്നുള്ള അർത്ഥത്തിലാണ്. പറ എന്ന വാക്കിന് പക്ഷ എന്ന അർത്ഥമുണ്ട്, പറ എന്ന വാക്കിന് മുകളിൽ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ പറ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തൂവൽ എന്ന അർത്ഥത്തിലാണ്. മേരെ മർജി കെ ബിന മേരെ ജയിൽ മേ ഏക് പരിന്താബി പർണൈ മാർ സക്ത, പർണൈ മാർത്ത എൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമില്ലാതെ എൻ്റെ ജയിലിൽ ഒരു പക്ഷി ഒരു ചിറക് പോലും അനുകൂല അല്ലെങ്കിൽ ഒരു തൂവൽ പോലും അനുകൂല എന്നാണ് അർത്ഥം. അതിന് ജാക്കി ഷ്രോഫിൻ്റെ മറുപടി വരുന്നു, डॉक्टर शर्मा के जहर लगता है डॉक्टर शर्मा का शहर यहाँ पहुँचना चाहिए था, डॉक्टर शर्मा का जहर यहाँ पहुँचना चाहिए था. എനിക്ക് അങ്ങനെ തോന്നുവാണ്, ഡോക്ടർ ശർമ്മയുടെ വിഷം ഇവിടെ എത്തേണ്ടതായിരുന്നു, ഡോക്ടർ ശർമ്മയുടെ വിഷം ഇവിടെ എത്തേണ്ടതായിരുന്നു. എന്താണ് ഡോക്ടർ ശർമ്മയുടെ വിഷം? അതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഡോക്ടർ ശർമ്മയുടെ വിഷം എന്ന് പറഞ്ഞാൽ ശരീരത്തെ നശിപ്പിക്കുന്ന വിഷമല്ല, അത് സാമൂഹ്യ ദ്രോഹം ഉണ്ടാക്കുന്ന വിഷമാണ്. അതേപോലെ ജനങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്ന വിഷമാണ്, രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്ന വിഷമാണ്. അതായത് സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള ഒരു വിഷമാണ് ഡോക്ടർ ശർമ്മയുടെ വിഷം എന്ന് പറയുന്നത്. അല്ലാതെ അത് മനുഷ്യൻ്റെ ശരീരത്തെയോ മൃഗങ്ങളുടെ ശരീരത്തെയോ ഒന്നും നശിപ്പിക്കുന്ന ഒരു വിഷമല്ല. സാമൂഹികമായ അന്തരീക്ഷത്തെ
മലിനമാക്കുന്ന ഒരു വിഷമാണ് ഡോക്ടർ ശർമ്മയുടെ വിഷം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഹ് നാ പഹുഞ്ചുകർ തുമാര അന്തറായ, വഹ് നാ പഹുഞ്ചുകർ തുമാര അന്തറായ. ഈ ഡോക്ടർ ശർമ്മയുടെ വിഷം ഇവിടെയായിരുന്നു എത്തേണ്ടത്. പക്ഷെ ഇത് ഇവിടെ എത്താതെ നിങ്ങളുടെ ഉള്ളിൽ, അതായത് മമ്മൂട്ടിയുടെ ഉള്ളിൽ വന്ന് കയറി എന്നാണ് ജാക്കി ഷ്രോഫ് പറയുന്നത്. അപ്പോൾ രണ്ട് ഗുണ്ടകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ അവരിൽ ഒരാൾ പറയുകയാണ്, ചിരിച്ചോണ്ടാണ് പറയുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ, ഗുണ്ടകൾ എപ്പോഴും ചിരിച്ചോണ്ടേ കാര്യങ്ങൾ പറയുള്ളൂ. വളരെ ഈസി ആയിട്ട് നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ ചിരിച്ചോണ്ടാണ് പറയാ. ജയിലർ സാബ് तुम्हारा चेहरे सिग्नल का तरह लाल पीला हो रहा है. ജയിലർ സാബ് तुम्हारा चेहरे സിഗ്നൽ का तरह ലാൽ പീല ഹോ രഹാ ഹൈ. ജയിലർ സാബ്, നിങ്ങളുടെ മുഖം എന്താണ് ഒരു സിഗ്നൽ പോലെ, അതായത് റോഡിൽ ജംഗ്ഷനിലൊക്കെ നിൽക്കുന്ന സിഗ്നൽ പോലെ ചുവപ്പും മഞ്ഞൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അയാളെ അങ്ങോട്ട് കൊച്ചാക്കി, അയാൾ പേടിച്ച് വിറച്ച് വരണ്ട് വിളാറി ഇരിക്കുകയാണെന്നാണ് ഇവരുടെ വാക്കിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഗ്നൽ കത്തല എന്ന് പറഞ്ഞാൽ സിഗ്നൽ പോലെ നിങ്ങളുടെ മുഖം ലാൽ പീല എന്ന് പറഞ്ഞാൽ ചുവപ്പും മഞ്ഞൊക്കെ ആയിട്ട് അങ്ങ് വിളറി വെളുത്തിരിക്കുകയാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് പറയാണ്, സിഗ്നൽ തോടന ഹമാരെ പുരാണ യാദത്തെ, സിഗ്നൽ തോടന ഹമാരെ പുരാണ യാദത്തെ. ഞങ്ങൾ ഈ സിഗ്നൽ തോടന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോട്ടിലുള്ള ആ ചുമന്ന പച്ചയും ചുവപ്പും മഞ്ഞൊക്കെ കത്തണ ആ ലൈറ്റില്ലേ, അത് പൊട്ടിക്കുന്നതെന്നാണ് അവർ പറയുന്നതെങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം ഇതാണ്. അത് പൊട്ടിക്കുക എന്നുള്ളതല്ല, നിയമലംഘനങ്ങൾ നടത്തുക, സാമൂഹ്യ വിരുദ്ധമായി പ്രവർത്തിക്കുക, നിയമത്തെ വെല്ലുവിളിക്കുക, ഇത് ഞങ്ങളുടെ പഴയ ഒരു ശീലമാണെന്ന് വളരെ കൂളായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. സിഗ്നൽ തോടന ഹമാരെ പുരാണ ആദത്തെ. അതിന് ഗംഭീര ഡയലോഗായിട്ടാണ് മമ്മൂട്ടി വരുന്നത് മറുപടി. എന്താണ് മമ്മൂട്ടി പറയുന്നത്? और मेरी आदतें तुम जैसे गुंडों को जेल भेजे झाड़ू लगवाना. और मेरी आदतें तुम जैसे गुंडों को जेल भेजकर लाडू लगवाना. അത് എൻ്റെ ഒരു ശീലം എന്താണ് മമ്മൂട്ടി പറയണത്? എൻ്റെ ശീലം ഇതാണ്, നിന്നെ പോലെയുള്ള ഗുണ്ടകളെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെയുള്ള ഗുണ്ടകളെയൊക്കെ ജയിലിൽ അയച്ച് തൂപ്പ് പണി എടുപ്പിക്കുക. ജാഡു മാറുന്ന, ജാഡു ലഘുവാന, തൂപ്പ് പണി എടുപ്പിക്കുക. ഗുണ്ടോക്കു തും ജയ്സെ ഗുണ്ടോക്കു, നിങ്ങളെപ്പോലുള്ള ഗുണ്ടകളെ ജയിൽ ഭേജ്കർ, ജയിലിൽ അയച്ച് ജാഡു ലഘുവാന. അതാണ് എൻ്റെ ആദത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ശീലം. अच्छा यही होगा आप लोग हमेशा के लिए ये काम भूल जाओ. अच्छा यही होगा आप लोग हमेशा के लिए ये काम भूल जाओ. ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, എന്നേക്കുമായിട്ട് നിങ്ങൾ ഈ ജോലി മറക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നർത്ഥം. അച്ഛാ യഹി ഹോഗ, ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഇതായിരിക്കും നല്ലത്. ആപ് ലോഗോ ഏ അച്ഛാ ഹോഗ, നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും, ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്താണ്? ഹമേശാ കേ ലിയേ, എന്നേക്കുമായി. ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നുള്ള അർത്ഥമാണ്. ഹമേശാ കേ ലിയേ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി. ഏ കാം ഭൂൽ ജാവോ, ഈ പണി മറന്നേക്കുക അല്ലെങ്കിൽ ഈ പണി ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ആരാണ് പറയുന്നത്? മമ്മൂട്ടി. അതിന് മറുപടി പറയുന്നത് ജാക്കി ഷ്രോഫാണ്. ദേക്കോ ജയിലർ സാബ്, ദേക്കോ ജയിലർ സാബ്, കുറച്ച് ബഹുമാനത്തോട് വേണ്ട. ജയിലർ സാറേ, നോക്ക് ജയിലർ സാറേ, എല്ലാവരും ഈ പണി മറന്നുപോയാൽ ഈ ലോകത്തുള്ള മുഴുവൻ ജയിലുകളും വിജനമായി പോകും. ദേഖോ ജയിലർ സാബ്, तमाम लोग ये काम भूल जाए तो, तमाम लोग ये काम भूल जाए तो दुनिया के तमाम जेलें वीरान हो जाएंगे. देखो जेलर साहब, सभी लोग ये काम भूल जाए तो दुनिया के तमाम जेलें वीरान हो जाएंगे. നോക്ക് ജയിലർ സാറേ, നോക്ക് ജയിലർ സാറേ, എല്ലാവരും ഈ പണി അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മുഴുവൻ ലോകത്തുള്ള എല്ലാ ജയിലുകളും ശൂന്യമായി പോകും. വീണ്ടും ജാക്കി ഷ്രോഫ് തുടരുകയാണ്. മുझे समझ में नहीं आता, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം.
तुम घर की कैसी मालिक हो? मुझे मुझे समझ में नहीं आता कि मुझे समझ में नहीं आता है कि तुम घर की कैसे मालिक हो. എനിക്ക് മനസ്സിലാകാത്ത ഇതാണ്, നീ എങ്ങനത്തെ ഒരു ഗ്രഹനായകനാണ്. जो चाहते हैं कि तुम्हारे घर വീരാൻ ഹോ ജായേ. അതായത് നീ എങ്ങനെയുള്ളൊരു വീട്ടപ്പനാണ്, നീ എങ്ങനെയുള്ളൊരു ഗ്രഹനായകനാണ്, സ്വന്തം വീട് ശൂന്യമായി പോകുന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. मुझे ये समझ में नहीं आते कि तुम कैसे घर की मालिक हो, तुम्हारे घर വീരാൻ ഹോ ജായേ. എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്, നീ എങ്ങനത്തെ ഒരു ഗ്രഹനായകനാണ്, സ്വന്തം വീട് ശൂന്യമായി പോകുന്നത് മനസ്സിലാകാത്തത്. ഉടനെ വന്നു മമ്മൂട്ടിയുടെ ഡയലോഗ്, തും കൈസ ഇൻസാൻ ഹോ, നീ എന്തൊരു ജാതി മനുഷ്യനാടാ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. തും കൈസ ഇൻസാൻ ഹോ, ജൈസെ ബച്ചെ കോ ഭി ദയാ നഹീ മാർത്തെ, ജൈസെ ബച്ചെ കോ ഭി ദയാ നഹീ കർത്തെ. ഈ കുഞ്ഞുങ്ങളോട് പോലും ദയയില്ലാത്ത എന്തൊരു മനുഷ്യനാണ് നീ. തും കൈസെ ഇൻസാൻ ഹോ ജൈസെ ബച്ചെ പർ ഭി ദയാ നഹീ ആത്തി. നീ എന്തൊരു മനുഷ്യനാ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെ കുട്ടികളോട് പോലും ദയയില്ലാത്തവൻ. അടുത്ത ഡയലോഗ് വരുന്നുണ്ട്, മുഹബത്ത് ഏത് നഹീ ദേഖ്താ. ജാക്കി ഷ്രോഫിന്റെ ഡയലോഗാണ്, മുഹബത്ത് ഏത് നഹീ ദേഖ്താ. അതിന് മമ്മൂട്ടിയുടെ ഡയലോഗ്, കൃപാൽ സിംഗ് पर मैं गरीब और अमीर नहीं देखता. പക്ഷേ കൃപാൽ സിംഗ്, ഞാൻ ധനികനോ അല്ലെങ്കിൽ ദരിദ്രനോ എന്ന് പരിഗണിക്കുന്നില്ല. മേരാ ഡ്യൂട്ടി ഹൈ കി മേ ജിയോ ഓർ ബച്ചെ കോ രക്ഷാ കരോ. പക്ഷേ എൻ്റെ ജോലിയാണ്, എൻ്റെ കർത്തവ്യമാണ് ഞാൻ കുട്ടികളെ സംരക്ഷിക്കുക, ഞാൻ ജീവിക്കുകയും കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യാന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. പക്ഷേ മേരെ ഡ്യൂട്ടി ഹേ കി മേരി ഡ്യൂട്ടി ഹേ കി ബച്ചേക്ക് രക്ഷാ കരോ ഓർ മേ ജിയോ. ഞാൻ ജീവിക്കുകയും കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. യാദ് രഖ്ന, മമ്മൂട്ടി തുടരുകയാണ്, യാദ് രഖ്ന അഗർ തും മേരെ ഡ്യൂട്ടി ഓർ മേരെ अगर तुम मेरे और मेरे ड्यूटी के बीच आए तो, നിങ്ങൾ എൻ്റെ കർത്തവ്യങ്ങൾക്ക് ഇടയിൽ വന്നാൽ, എൻ്റെയും കർത്തവ്യങ്ങൾക്കും ഇടയിൽ വന്നാൽ, मैं तुम्हारा और तुम्हारा सासों का बीच आऊँगा, मैं तुम्हारा और तुम्हारा सासों का बीच आऊँगा. അതൊരു പ്രയോഗമാണ്. ഞാൻ നിങ്ങളുടെ ജീവൻ്റെ ഇടയ്ക്ക്, അതായത് ജീവന് ഭീഷണിയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് കോടതിയിലേക്ക് പോകുന്ന കാര്യമല്ല, ഇവിടെ ഒരു വ്യംഗ്യമായ അർത്ഥമാണ്. കോടതിയിൽ പോകുന്നോ അല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നല്ല പറയണത്. എൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ വന്നാൽ ജീവന് ഭീഷണിയാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. തുമാരെ അവർ തുമാരെ സാസോക്കെ ബീച്ചാവുക എന്ന് പറഞ്ഞാൽ ജീവനെടുക്കും. കോടതിയിലേക്കൊന്നും പോകില്ല, കാരണം കോടതിയിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ധ്വനി വരുന്നത് സിനിമയുടെ. ആ ഡയലോഗിൻ്റെ ധ്വനി അങ്ങനെ വരുന്നത്. കോടതി പോയാൽ അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ, പണം കെട്ടിവെക്കാനുണ്ടെങ്കിൽ, ഏറ്റവും വലിയ വക്കീലിനെ കൊണ്ടുവരാനുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ, ഈസിയായിട്ട് രക്ഷപ്പെടാൻ ഇന്ത്യൻ പീനൽ കോഡിൽ പഴുതുകളുണ്ട് എന്നാണ് അതിൻ്റെ ധ്വനി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതിന് ജാക്കി ഷ്രോഫിൻ്റെ ഒരു ഡയലോഗാണ് വരുന്നത് എപ്പോഴും, बदन में काकी भर्ती, कंधे पर चार तारे लग जाने पर अच्छा खास आदमी बदल जाता है. എന്താണ്, ദേഹത്തെ ഒരു കാക്കി കുപ്പായം, പിന്നെ ഈ തോളത്തൊരു 3-4 നക്ഷത്രം, അത് വന്നു കഴിഞ്ഞാൽ നല്ല മനുഷ്യർ മര്യാദക്കാരായ മനുഷ്യർ സ്വഭാവം മാറിപ്പോവും എന്നാണ് ഡയലോഗ് പറയുന്നത്. बदन में काकी भर्ती और कंधे पर 4 तारे लग जाने पर अच्छा खास आदमी बदल जाते हैं. ഒരു കാക്കി കുപ്പായം, ദേഹത്തൊരു കാക്കി കുപ്പായം, തോളത്ത് 3-4 നക്ഷത്രവും വന്നു കഴിഞ്ഞാൽ എത്ര നല്ല മനുഷ്യരായാലും
മനസ്സങ്ങ് മാറിയിട്ട് ഒരു പരുവാകുമെന്നാണ് പറയുന്നത്. ചില അർത്ഥത്തിലൊക്കെ അത് ശരിയാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരെ കണ്ടാൽ തിരിച്ചറിയില്ല. बदन में काकी बरती, कंधे पर 4 तारे लग जाने पे अच्छे खास आदमी भी बदल जाते हैं. बदन में काकी बरती, बदन में काकी बरती, कंधे पर 4 तारे लग जाने पर अच्छा खास आदमी भी बदल जाते हैं. ഒരു ദേഹത്തൊരു കാക്കി കുപ്പായവും തോളത്തൊരു 3-4 നക്ഷത്രവും വന്നു കഴിഞ്ഞാൽ എത്ര നല്ല മനുഷ്യരാണെങ്കിലും അങ്ങ് മാറിപ്പോവും എന്നാണ് പറയുന്നത്. ഉസേ യഹി നഹീ മാലൂം കി, ഉസേ യഹി നഹീ മാലൂം കി, അവർക്ക് ഇതറിയില്ല. ആര്? ജാക്കി ഷോബ് തുടരാണ്. അവർക്ക് ഇതറിയില്ല. എന്തറിയില്ല? ഉംജായി സെ പാനി ധാർ മെ ഗിരെ, ഉംജായി സെ പാനി ധാർ മെ ഗിരെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം കുത്തിച്ചാടിയാൽ, മുകളിൽ നിന്ന് വെള്ളം കുത്തിച്ചാടിയാൽ ഓ പത്തർ മേ സുറാഖ് ഹോ ജാതാ ഹേ, ഓ പത്തർ മേ സുറാഖ് ഹോ ജാതാ ഹേ. ഈ മുകളിൽ നിന്ന് വെള്ളം കുത്തിച്ചാടി സ്ഥിരമായിട്ട് കുത്തിച്ചാടിക്കൊണ്ട് ധാരയായിട്ട് കുത്തിച്ചാടിക്കൊണ്ടിരുന്നാൽ അത് പാറയാണെങ്കിലും അവിടെ ഒരു തുള വീഴും എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് എന്താ അർത്ഥം? നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലേ? ഈ ഒരു മുന്നറിയിപ്പാണത്. അത് എത്ര വലിയ പോലീസ് ഓഫീസർ ആണെങ്കിലും എത്ര ഇൻഫ്ലുവൻസർ ആണെങ്കിലും എന്തെല്ലാം സ്വാധീനം ഉണ്ടെങ്കിലും മന്ത്രി ആയാലും ആരായാലും അവർക്കും എല്ലാം ചില സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും എന്നാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അത് നിങ്ങളെ ഓരോരുത്തരുടെയും ഓരോ പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും വിവേചനത്തിന് ഞാൻ വിട്ടുതരാണ്. അത് പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും, പല അഭിപ്രായമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ട് ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ചേരും. ഇപ്പോൾ നല്ലൊരു ഓഫറുണ്ട്. വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറുണ്ട്. സ്പീക്കിംഗ് പ്രാക്ടീസ്, ലിസണിങ് പ്രാക്ടീസ്, അതുപോലെ സംശയ നിവാരണം, റെക്കോർഡ് വീഡിയോ, ഓഡിയോ, PDF, ചാറ്റിംഗ്, വാട്സാപ്പ് ചാറ്റ്, ലൈവ് സെഷൻസ്, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് ചെറിയ പൈസയ്ക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റ് ഉറപ്പാക്കുക.